ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഏതാണ്? അസ്ലമെ, നാദാപുരത്തെ 55 വോട്ടിന്റെ UDF ലീഡ് ഇപ്പൊ സംഭവിച്ചതാണോ? ഏറ്റവും പുതിയ വിവരമാണ്. അതായത് ഒറ്റ നിമിഷം, അതായത് രണ്ട് റൗണ്ടുകൾ പൂർത്തീകരിച്ചപ്പോഴാണ് 10,380 വോട്ടുകൾ നേടി KM അഭിജിത്ത് ആദ്യമായി നാദാപുരത്ത് മുന്നിലേക്ക് വരുന്നു. 55 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അഡ്വക്കേറ്റ് വസന്തിന്റെ 10,325 LDFിന് സ്വാധീനമുള്ള മേഖലയിൽ തന്നെയാണ് ആദ്യഘട്ടത്തിൽ രണ്ടാമത്തെ റൗണ്ടിൽ ആദ്യഘട്ടത്തിൽ LDF ലീഡ് കൊടുത്തെങ്കിലും രണ്ടാം ഘട്ടത്തിൽ നേരിട്ട് UDF ലീഡിലേക്ക് വന്നിരിക്കുന്നു. പറഞ്ഞാൽ ആദ്യമായി നാദാപുരത്ത് UDF ലീഡ് ചെയ്തിരിക്കുന്നു. അത് കൃത്യമായ സൂചന തന്നെയാണ്. അതോടൊപ്പം തന്നെ പേരാമ്പ്രയിൽ ലീഡ് ഉയർത്തിയിരിക്കുകയാണ് ഫാത്തിമ തഹ്ലിയ. 3,686 വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിതമാണെങ്കിൽ പോലും പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ, അത് UDF പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ നീങ്ങുകയാണ്. രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ തന്നെ 3,682 പിന്നിൽ. പിണറായി വിജയനെ സംബന്ധിച്ച് ഇതിലും വലിയ ഒരു ആഘാതം അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഏൽക്കാൻ വയ്യ. ധർമ്മടത്ത് LDFിന്റെ ഉരുക്കുകോട്ടയായ ധർമ്മടത്ത് 3 റൗണ്ട് എണ്ണുമ്പോഴും തിരികെ വരാൻ കഴിയാതെ VD സതീശൻ ഒറ്റ റൗണ്ടിൽ തിരിച്ചു വന്നു. 3-ാം റൗണ്ടിലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം പരിക്കേറ്റ പിണറായിയെ ആടി ഉലയുന്ന കപ്പലിലെ ആദ്യം വീഴുന്ന ക്യാപ്റ്റനായി മാറുകയാണോ പിണറായി വിജയൻ? പിണറായി വിജയൻ 3-ാം റൗണ്ടിലും ധർമ്മടത്ത് പിന്നിലായിരിക്കുന്നു. ബിജീഷ് ഗോവിന്ദൻ, ബിജീഷ്, എന്താണ് ധർമ്മടത്തെ സീൻ? എന്താണ് നിഷാദ്? 3-ാം റൗണ്ട് പൂർത്തിയായപ്പോൾ ഇപ്പോൾ 2,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് റഷീദ് മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമാണ്, ആദ്യഘട്ടം മുതൽ 1-ാം റൗണ്ട് മുതൽ റഷീദ് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ചെമ്പിലോട് പഞ്ചായത്ത് എണ്ണിക്കഴിഞ്ഞു. ഇനി അഞ്ചരക്കണ്ടി പഞ്ചായത്തിലേക്കാണ് കടക്കേണ്ടത്. അഞ്ചരക്കണ്ടി പഞ്ചായത്ത് CPMന്റെ ശക്തി കേന്ദ്രമാണ്. മാത്രമല്ല, എത്ര വ്യത്യാസമുണ്ട്? വോട്ട് എത്ര വ്യത്യാസമുണ്ട് ബിജീഷേ? വോട്ടിന്റെ അകത്ത് വരുന്ന വ്യത്യാസം നേരത്തെ, അതായത് ആദ്യത്തിൽ കഴിഞ്ഞ തവണ മത്സരിക്കുന്ന ഘട്ടത്തിലുള്ള വോട്ട്, ആദ്യം ചെമ്പിലോട് വോട്ട് എണ്ണുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ തവണ 3,100 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു പിണറായിക്കുണ്ടായിരുന്നത്. 2-ാം റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ അത് 1,300ലേക്ക് കുറഞ്ഞു. പിന്നീട് 3-ലെത്തുമ്പോൾ 2,400 വോട്ടിലേക്ക് പിണറായിയുടെ ഭൂരിപക്ഷം മാറിയിരുന്നു. അവിടെയാണ് ഇപ്പോൾ 2,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് റഷീദ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശരി. പിണറായി വിജയൻ ഇപ്പോഴും ലീഡിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. 3-ാം റൗണ്ടിലും പിണറായി വിജയൻ പിന്നിൽ പോകുന്ന വളരെ 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 കൗതുകകരമായ ഒരു കാഴ്ച. 2,077 ലീഡാണ് UDFന്. 2,077 വോട്ടിന്റെ ലീഡ്. രണ്ടാം റൗണ്ടിലും 3-ാം റൗണ്ടിലും പിന്നിലാണ്. അതിനിടയ്ക്ക് ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവിന് എതിരായിട്ടുള്ള സൂരജ് 2,000-ഓളം വോട്ടുകൾക്ക് മുന്നിലാണെന്ന് കാണുന്നു. കോഴിക്കോട് ജില്ല കംപ്ലീറ്റ് ആയിട്ട് UDF തൂക്കുന്നതാണ് നമുക്ക് തോന്നുന്നു.